കാശിനാഥൻ എന്ന എൻ്റെ സ്റ്റോറിയുടെ അവസാന പാർട്ടിന് ലഭിച്ച റിവ്യൂസാണ് ഞാൻ ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ശരിക്കും ഒരുപാട് സന്തോഷം ഒരു എഴുത്തുകാരി എന്ന നിലയിൽ എൻ്റെ കഥയെ ഇത്രത്തോളം ആളുകൾ സ്വീകരിച്ചതിൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ശരിക്ക് എൻ്റെ കഥയിൽ ഞാൻ കരുതുന്നത് ആളുകൾക്കൊരു വിഷ്വൽ ട്രീറ്റ് എനിക്ക് കൊടുക്കാൻ സാധിച്ചു എന്നാണ്. കാരണം നമുക്കെല്ലാവർക്കും യാത്രകൾ പോകാൻ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ പലർക്കും അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടൊന്നും ഒരുപാട് സ്ഥലങ്ങൾ കാണാനോ ആഗ്രഹിക്കുന്ന സ്ഥലത്തൊക്കെ പോകാനോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പം കാശിനാഥനിൽ ഈ ലോകത്തുള്ള മനോഹരങ്ങളായ കുറച്ച് സ്ഥലങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളാണ്. പക്ഷേ വായിച്ചുള്ള അറിവുകളിലൂടെ കുറേയധികം റിസർച്ചിലൂടെ ഞാൻ പോയ ഒരു ഫീലിൽ ഞാൻ എഴുതിയപ്പോൾ എൻ്റെ വായനക്കാർ എൻ്റെ എഴുത്തിലൂടെ അവരും ആ സ്ഥലത്തെത്തി എന്ന് പറയുമ്പോൾ അതൊരു എഴുത്തുകാരി എന്ന നിലയിൽ എൻ്റെ വിജയമാണ്. അതുപോലെ തന്നെ LGBTQ കാറ്റഗറി നമുക്കറിയാം. നമ്മളെ ലോകം എത്ര വലുതായെന്ന് പറഞ്ഞാലും ഇപ്പോഴും ന്യൂനപക്ഷ വിഭാഗങ്ങളെ പലയിടത്തും അടിച്ചമർത്തുന്ന ഒരു പ്രവണതയാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത്. അപ്പോൾ എൻ്റെ സ്റ്റോറിയിൽ ഞാൻ എന്തുകൊണ്ട് ഒരു LGBTQയിലുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനെ ഉൾപ്പെടുത്തിക്കൂടാ എന്നൊരു തോന്നൽ വന്നപ്പോൾ അതിലെ മെയിൻ കഥാപാത്രത്തിൻ്റെ മകൻ ഒരു LGBTQയിൽ ഗേ ആയിട്ടാണ് ഞാൻ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സ്റ്റോറി വായിച്ചിട്ട് LGBTQവിനെ പറ്റി ഒരുപാട് ആളുകൾക്ക് പലർക്കും തെറ്റായ ധാരണകൾ ഉണ്ടായിരുന്നത് മാറി അവിടെ എന്താ പറയുക, അവർക്കൊക്കെ LGBTQ എന്താണെന്നും അതുപോലെ ആ വിഭാഗത്തിലുള്ള ആളുകൾ അനുഭവിക്കുന്ന കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ അതിൽ പരം സന്തോഷം മറ്റൊന്നുമില്ല.